അപ്പോൾ ദുരന്തമുണ്ടായി. അല്പസമയത്തിനകം തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെയും വയനാട്ടിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സേവനത്തിന് വേണ്ടി വന്നിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് എടുക്കേണ്ട മുൻകൈയുണ്ട്. അതെന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു പകരം മറ്റ് ചില പ്രസ്താവനകൾ നടത്തി ഇതിനകത്ത് ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് വരുത്തീർക്കാൻ ആവശ്യമായ ഒരു വ്യഗ്രതയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ചില പ്രസ്താവനകൾ, അങ്ങേയറ്റം അപക്വമായ പ്രസ്താവനകൾ ഉണ്ടായി എന്നത് ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവന ഇറക്കുകയല്ല മന്ത്രിമാർ വേണ്ടത്. യഥാർത്ഥത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് വേണ്ടത്. അതിനകത്ത് ഒരു പരാജയം ഗവൺമെൻറ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം കുറേ കൂടി ഏകോപിപ്പിച്ച് പോകുന്നത്. ഇന്നലെയെല്ലാം ആ കാര്യത്തിനകത്ത് വീഴ്ചയുണ്ടായി എന്നാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരം വില കുറഞ്ഞ പ്രസ്താവന യുദ്ധമൊക്കെ അവസാനിപ്പിച്ചിട്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗം കലക്ട്രേറ്റ് വിളിച്ചു ചേർത്തപ്പോൾ ഏതാണ്ട് 10-17 ദിവസമായി. അപ്പോൾ ഈ മണ്ണൊക്കെ നീക്കം ചെയ്യാൻ അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തണം എന്നൊക്കെ കമ്പനി ആവശ്യപ്പെട്ടു എന്നുള്ള രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത്തരം കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ആവശ്യമായ സഹായമാണ് ചെയ്യേണ്ടത്. അപ്പം അതിനകത്തുനിന്ന് ഭരണകൂടം ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഗുരുതരമായ പിശക്, തെറ്റ് ഈ കാര്യത്തിലുണ്ട്. ഇത് ഏതെങ്കിലും ഒരു കരാർ കമ്പനിയെ മാത്രം കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. ഇത് ഗവൺമെൻറ് കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേകിച്ച് PWD വകുപ്പ് ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള സ്ഥലം നമുക്കറിയാം. ഈ കഴിഞ്ഞ തവണ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തം നമുക്കറിയാം. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കുറേ കൂടി ജാഗ്രതയുള്ള സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഈ നിലയിൽ ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ പിന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട സന്ദർഭമല്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുള്ള രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. ആ കാര്യങ്ങൾ ഞങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ മന്ത്രിമാരാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇത്രയും പറയേണ്ടി വന്നത്.